Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. Good morning, ma'am. Prayer പറഞ്ഞോ കേട്ടാ. Good morning, ma'am. സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യസ്തനാദന ചൈതന്യമേ പുണ്യം വഴിയും കാരുണ്യരശ്മികൾ എന്നെന്നും ഞങ്ങളിൽ തൂകണം നീ. ചിന്തയും വാക്കും പ്രവൃത്തിയും തെറ്റാതെ അന്ധത നീക്കി മനോജ്ഞമാക്കി തേജസ്സിൽ നിത്യം വസിച്ചുകൊണ്ട ദിവ്യ പാട്ട് മറന്നുപോയി മാവ്. കുഴപ്പമില്ല. സൈനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞോട്ടാ. തോട്ട് ഞാനാണ് മാം. പറഞ്ഞോ രക്ഷിത. Okay. Good morning, ma'am, and my dear friends. Today's thoughts. What you decided to you make sure it makes you happy. It means that the main purpose of human life is happiness. Therefore, when happiness life becomes very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അതിനാൽ സന്തോഷം നൽകുന്ന ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം വളരെ അസാധ്യകരമാകും. So do what makes you when happy. Thank you. നല്ല തോട്ടാണ് കേട്ടാ. Thank you, ma'am. And സൈനി. Ma'am, Saini. Good morning, friends. Good morning, everyone. Good morning, ma'am. സൗണ്ട് കുറവാടാ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാം? കുറവാണ്. നമ്മുടെ ഫോണിലെ വോയിസ് കൂട്ടിട്ടോ. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് മാം. കുഴപ്പമില്ല, പറഞ്ഞോട്ടാ. Okay, today is a new day. Always live positive, be happy. So let's start today's lesson. Welcome everyone to our class. Sign in by Reja Pangaj. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? ഏതായിരുന്നു? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണോ? അല്ലെ, അതായിരുന്നില്ലേ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലായിരുന്നു ഡിസ്കസ് ചെയ്തത്. Yes, ma'am. കംപ്ലീറ്റ് ചെയ്തില്ല ചാപ്റ്റർ? ഇല്ല, അതില് റോൾ ഓഫ് ദി ടീച്ചറും കൂടി ഉണ്ട്. ഓക്കേടാ, ഞാൻ ഷെയർ ചെയ്യാം. വന്നിട്ട് വന്നിട്ടാ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റില് ലാസ്റ്റ് പോർഷൻ ആണ്, റോൾ ഓഫ് ദ ടീച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ .7 ഇല്ല കേട്ടോ ഇവിടെ. നമുക്ക് ആകെ എത്ര ട്രെൻഡുകളാണ് പഠിക്കാണ്ടായിരുന്നത്? എത്ര ഉണ്ടായിരുന്നു? എന്തോ കേട്ടില്ല. ഓക്കെ, എത്ര ട്രെൻഡ്സ് നമ്മൾ പഠിച്ചു? മോട്ടോർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എത്ര എണ്ണമാണ് നമ്മൾ കവർ ചെയ്യുന്നത്? 6 പറഞ്ഞു മാം. 6 എണ്ണാണ് ഉള്ളത്. നെക്സ്റ്റ് പോയിന്റ് അവരെന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. അടുത്ത പോയിന്റ് ഇല്ല കേട്ടോ. പോയിന്റ് അല്ല, ഇത് ഹെഡിങ് ആണ് കേട്ടോ. നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ദ ടീച്ചർ ആണ്. ഒരു കുട്ടിയുടെ മോട്ടോർ ഡെവലപ്മെന്റില് എന്തൊക്കെ കാര്യങ്ങൾ ടീച്ചേഴ്സിന് ചെയ്യാനായിട്ട് പറ്റും?
ഒരു പോയിന്റ്സ് ആരെങ്കിലും വായിക്കോ? ഫസ്റ്റ് ഞാൻ വായിക്കാം. പോയിന്റ് Role of the teacher. Children should be motivated to manipulate, handle, and use various objects and implements so as to provide sensory activity and high hand coordination. ഓക്കെ ടാ. നമ്മള് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, എന്ത് ഹെൽപ്പ് ചെയ്യണം? നമ്മള് പറഞ്ഞു കൊടുക്കാം. ചിൽഡ്രൻസ് എന്ത് ചെയ്യണം? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. അവർക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, ഓരോ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരുടെ സെൻസറി ആൻഡ് ഐ ഹാൻഡ് കോർഡിനേഷൻസ് കൂടുതലായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ കുട്ടികളിൽ ആ ആക്ടിവിറ്റീസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ പഠിക്കാനും അതേപോലെ അത് എങ്ങനെയാണ് അത് റൈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കും. സോ കുട്ടികൾ അത് മോട്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അതെങ്ങനെയാണ്, പിന്നെ അവരുടെ സെൻസറി ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും കുട്ടികളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ആൽഫബറ്റ് എ ആണെന്ന് വിചാരിക്കും, സാൻഡ് പേപ്പറിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ അത്? ഓക്കെ. അപ്പൊ ആ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ച് നോക്കണം. എ എന്ന് പറയുമ്പോൾ അതിന് ടച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുകയാണ് പിന്നെ എ എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ് അത്. നമുക്കത് ഐ എന്ന് പറയുമ്പോൾ നമ്മളെ കളറിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ രണ്ട് കളർ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് അമൃത. Yes, ma'am. റീഡ് ചെയ്തോടാ. During preschool and primary school days, activities like clay work, coloring, tearing, cutting, painting, threading, and sewing, etc., should be arranged to attain early motor control and coordination. ഏർലി അല്ലെങ്കിൽ മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് കുട്ടികളിൽ പ്രീ സ്കൂൾ കുട്ടികളിലും പ്രൈമറി സ്കൂൾ ബേസിൽ നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ക്ലേ വർക്കുകള്, കളറിങ്, ടിയറിങ്, കട്ടിങ്, സ്ട്രേറ്റ് ലൈനിലൂടെ അവരെ കട്ട് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുക, പെയിന്റ് ചെയ്യിപ്പിക്കുക, ഡ്രോ ചെയ്യിക്കുക, ത്രെഡിങ്, സ്വിങ് ഒക്കെ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻസ് നേരത്തെ എന്ത് ചെയ്യും? അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് കേട്ടോ. ഐശ്വര്യ. Organize suitable play activities that will help the children learn motor skill by assembling and construction. ഓക്കെ, നമ്മള് കുറച്ച് പ്ലേ ആക്ടിവിറ്റീസ്, മോട്ടോർ സ്കില്ലും കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യുന്ന കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്ലേ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ആകും. ഇപ്പോ നിങ്ങൾക്ക് പിങ്ക് ടവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. മോണ്ടിസോറി പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്, പക്ഷെ ഞാനിപ്പോ ഇമേജ് കാണിച്ചു തരാം. അത് യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൺസ്ട്രക്റ്റീവ് സ്കില്ലും അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ കളിക്കുന്ന പോലെ തന്നെയായിരിക്കും. അതെങ്ങനെ അസംബിൾ ചെയ്യണം, അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള സ്കിൽസ് ഒക്കെ കുട്ടികളിൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആകും. ഓക്കെ, കണ്ടോ? ഓരോന്ന് നമ്മള് മുതിർന്നവർക്ക് ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ കുട്ടികളാവുമ്പോൾ അവർ വീണ്ടും വീണ്ടും ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവർക്ക് അവർക്കത് എന്താണ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഈ പിങ്ക് ടവർ ഒക്കെ എങ്ങനെയാണ് അവര് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് മോട്ടോർ സ്കിൽസ് എന്ത് ചെയ്യും? ഇംപ്രൂവ് ആകും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരാ റീഡ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്? മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. റീഡ് ചെയ്തോ കേട്ടോ. Demonstrate motor skills for beginners. Provide manual guidance to children as it is more fruitful than verbal lessons. ഓക്കെ, നമ്മൾ ആദ്യം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക.
ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ സെഷന്റെ ഒക്കെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് പിങ്ക് ടവർ ബിൽഡ് ചെയ്യണമെന്ന്. ജസ്റ്റ് ഞാനത് എടുത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നോക്കും, അത് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. എന്നിട്ട് പറഞ്ഞു തരുന്നേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആണ് മാനുവൽ ഗൈഡൻസ്. അത് ചെയ്തൊന്ന് നോക്കി നിങ്ങളായാലും ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇരിക്കുകയാണ്, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ പോയി അത് എപ്പോഴും ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് അവരെ കൊണ്ട് തന്നെ തനിയെ ഓരോ ആക്ടിവിറ്റീസ് ഒറ്റയ്ക്ക് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പിങ്ക് ടവറിന്റെ കേസാന്ന് വിചാരിക്കും, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി, വീണ്ടും ചെയ്ത് നോക്കി, അവന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവൻ നമ്മൾ നോക്കും, അല്ലെങ്കിൽ അവൻ നമ്മളോട് സൈൻ കാണിക്കും, അവന് മനസ്സിലാകുന്നില്ല, ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൻ പറയും, ആ കുട്ടി പറയും. അപ്പൊ മാത്രം നമ്മൾ അവൻ എന്ത് ചെയ്താൽ മതി, ഹെൽപ്പ് ചെയ്താൽ മതി. സോ നമ്മൾ അത് എന്ത് ചെയ്ത് കൊടുക്കുക, അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട മോൻ ഇതൊന്ന് നോക്കി, ഇതായിരിക്കും ചിലപ്പോ ഇതായിരിക്കും ആ ഒരു ക്യൂബ്, മോനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ട് അതെടുത്തൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവൻ അത് എടുത്ത് വെക്കുകയും അത് അവൻ തന്നെ അത് കൺസ്ട്രക്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വെർബൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ലെസൺസിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വേറൊരു കാര്യമാണെങ്കിൽ ഇപ്പം എന്താ പറയാ, ഒരു ഒരു ആപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ ഫോർ ആപ്പിൾ എന്ന് പറയുന്നതായിരിക്കും ഒരു ആപ്പിളിന്റെ ഇമേജോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു മെറ്റീരിയലോ യൂസ് ചെയ്ത് ആ ഒരു ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. വിഷ്വലായിട്ട് കാണിക്കുന്നതായിരിക്കും മാം കുറച്ചും കൂടെ ബെറ്റർ. അതെ, വിഷ്വലായിട്ട് ഇമേജ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആപ്പിൾ എടുത്ത് കാണിച്ചു കൊടുക്കുക, അതേപോലത്തെ ഷേപ്സിലുള്ള അത് കാണിച്ചു കൊടുത്ത് കുട്ടികളെ അത് ടച്ച് ചെയ്ത് നോക്കി അത് ഫീൽ ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ. സോ നമ്മളത് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ മാം, ഈ ടവറിന്റെ സംഭവം എന്ന് പറയുന്നത് കുറെ കളർഫുൾ ആയിട്ടുള്ള ഓരോ ക്യൂബ്സ് കിട്ടില്ലേ കടയിൽ നിന്ന്, ഈ വീട് ഉണ്ടാക്കുന്നത്, വണ്ടി ഉണ്ടാക്കുന്നത്, അതും ഇതും സെയിം സാധനം തന്നെയാണോ? മനസ്സിലായില്ല. കളിക്കാനുള്ള കുട്ടികൾ കളിക്കുന്ന എന്റെ മോന്റെ കയ്യിലൊക്കെ ഉണ്ട് കുറെ കുഞ്ഞു കട്ടകൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന വീട് ഉണ്ടാക്കുക, പിന്നെ വണ്ടി, ടോയ്സ്, അങ്ങനെ ഓക്കെ, അതേപോലത്തെയാണ്. പക്ഷെ പിങ്ക് ടവർ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ, അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് വുഡൻ ക്യൂബ്സ് ആണ്. ശരിക്കും പറഞ്ഞാല് വുഡിലായിട്ടാണ് പിങ്ക് ടവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വുഡൻ ക്യൂബ്സ് ആണ്. ഇങ്ങനെ വെയിറ്റ് നോക്കി നമുക്ക് അത് ഏതാണ് ഗ്രേറ്റർ ഏതാണ് സ്മോളർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അതിന്റെ കളർ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതേപോലത്തെ പറ്റുമോ? അതാണ് ചോദിച്ചത്. ഇതേപോലത്തെ വെച്ചാല് കളിക്കാൻ വേണ്ടിട്ട് ഇത് കുഴപ്പമില്ല. കുട്ടികളിൽ നമ്മളുടെ കുട്ടികൾക്കാണെങ്കിൽ ഇതേപോലത്തെ മെറ്റീരിയൽസ് കളിക്കാൻ വേണ്ടി പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അവരെ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ വേറൊരു മെറ്റീരിയൽ ഇല്ലേ, നമ്മൾ കളറിന്റെ റിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിങ് ആയിരിക്കും ഏറ്റവും ആദ്യം. അപ്പൊ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ടോപ്പിലായിട്ട് എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ ടക്കിന്റെ ഒക്കെ ഒരു ഇത് വെക്കുന്നത്, അങ്ങനത്തെ ഒരു ടോയ് ഉണ്ടല്ലോ. എന്റെ സെന്ററിൽ ഒരു സ്റ്റെം പോലെ എന്നിട്ട് റൗണ്ട് ആയിട്ട് ഫുൾ ഇതാക്കിട്ട് ഓരോ ആദ്യം ആ ഒരു ടോയ് വെച്ച് ചെയ്യുമ്പോ ചിലപ്പോ അതന്നെ അറിയുന്നു. ഓക്കെ, ആദ്യം അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കരുത്, അവർ തന്നെ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ മാറി നിന്ന് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ഡ്യൂട്ടി എന്താണ്, ജസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അവരത് ചെയ്യുന്നത് കറക്റ്റ് ആണോ പ്രോപ്പർ ആണോ എന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. അവരത് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവരത് കറക്റ്റ് ആക്കിക്കോളും. അപ്പോ ഈ പിങ്ക് ടവറിനെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു ഞാൻ പറഞ്ഞ ടോയ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ റിങ് പോലത്തെ ടോയ്. പക്ഷെ പിങ്ക് ടവറിന് കുറച്ചും കൂടി എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ മോണ്ടിസോറിയിൽ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം നമുക്ക് ഈ പിങ്ക് ടവർ വെച്ചിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. ഇത് 1 to 10 വരെയുള്ള ഒരു ഇതാണ്, എന്താ പറയാ, ക്യൂബുകളാണ്. സോ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. അതിന്റെ ഒരു സെന്റിമീറ്റർ വെച്ചാണ് അത് വേരി ചെയ്യുന്നത്. ഓരോ സെന്റിമീറ്റേഴ്സ് നെക്സ്റ്റ് ഇതില് വ്യത്യാസമുണ്ട്. സോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ണടച്ചിട്ട് പോലും ആ വെയിറ്റ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഏതാണ് വെയിറ്റ് കൂടുതലുള്ളത്, ഏതാണ് വെയിറ്റ് കുറവുള്ളത്, ബിഗ് ഓർ സ്മോള്, അങ്ങനെ
ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിങ്ക് ടവർ എന്ന് പറയുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് അവിടെ മോൺസോണിൽ മിക്കവർക്കും ഇഷ്ടമുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. അപ്പൊ പിങ്ക് ടവർ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചാർട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ വെയിറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് കൗണ്ടിങ്ങും അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ മാത്രമേ നമ്മൾ ചാർട്ടിൽ ചെയ്യുകയാണെങ്കിൽ പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡിൽ ചെയ്യുന്നവരുണ്ട്, ചില കുട്ടികൾ വുഡിൽ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അത് വുഡ് അവൈലബിൾ ആയിരുന്നു. ചില MP4 ഒരു കുട്ടി വുഡിലാണ് ചെയ്തത്, വുഡിൽ തന്നെ പിങ്ക് ടവർ ചെയ്തു. ആ കുട്ടിയുടെ അച്ഛൻ കാർപ്പൻറ്റർ ആണ്, അതുകൊണ്ട് ആൾക്ക് എന്തുണ്ട് വുഡ് അവൈലബിൾ ആയിരുന്നു. സോ ആ കുട്ടി വുഡിലാണെന്ന് ചെയ്തത്. എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കാരണം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മെറ്റീരിയൽസ് ഭയങ്കര ഇഷ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ആള് വുഡിൽ തന്നെ ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്തു ക്ലാസ്സിൽ. നല്ല രസമായിരുന്നു. പക്ഷെ വുഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, ചാർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി എങ്ങനെയാണ് പിങ്ക് കളർ ചാർട്ടിൽ ചെയ്യേണ്ടത്, അപ്പൊ എത്ര ഡയമെൻഷൻ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ മാം, അതിന് മറ്റേ കുറച്ച് സ്ട്രോങ് ആയിരിക്കാൻ കാർഡ്ബോർഡ് വേണ്ടേ? എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ചാർട്ട് ഒട്ടിക്കണ്ടേ, അങ്ങനെയല്ലേ? അതെ, ചില കുട്ടികൾ എന്താണ് കാർഡ്ബോർഡിൽ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ചിലവർ ചാർട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. ചാർട്ടിലാണെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ കൊണ്ടുപോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്നത് സോഫ്റ്റ് ആണല്ലോ, പെട്ടെന്നത് കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരാം. കാർഡ്ബോർഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ ചുറ്റും ചാർട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക് പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? മാം, ഈ ടോയ് കണ്ടോ, ഭയങ്കര സിമിലർ ആണ് അതിനുമായിട്ട്. നമുക്ക് ഇങ്ങനെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലാക്കാം, സ്റ്റാക്കിംഗ് ഡ്രംസ് എന്ന് പറഞ്ഞിട്ട് കളർഫുള്ളും ആണ്, നല്ല സിമിലർ ആണ് അതുമായിട്ട്. ഹൈറ്റിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയാണ് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ. യെസ് മാം. അപ്പൊ അതുകൊണ്ട് പിങ്ക് ടവർ വുഡിൽ ചെയ്യാൻ പറ്റുന്നവര്, പക്ഷെ വുഡ് ചെയ്യുന്ന വെച്ചാൽ പൈസ ആവൂട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങള് വീട്ടിൽ വുഡ് അവൈലബിൾ ആണ്, ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ വുഡിൽ ചെയ്യുക. അല്ലാത്തവര് നമ്മൾ ചാർട്ടിൽ ചെയ്യാം. ചാർട്ട് ഓർ കാർഡ്ബോർഡ്, അത് ചില ബോക്സുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബോക്സുകളിലോ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ മാം, ഇത് ഓൾമോസ്റ്റ് നല്ല വലിപ്പമുണ്ടല്ലേ? അവര് കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യൂബ്സ് നല്ല വലിപ്പമുള്ളതല്ലേ? ഏറ്റവും അവസാനത്തെ ക്യൂബ് 10 സെന്റിമീറ്റർ ആണ്, ലാസ്റ്റ് ക്യൂബ്. ഓക്കെ, എത്ര എണ്ണം ഉണ്ടോ മാം ഇത്? എന്താണ് എത്ര എണ്ണം വേണമെന്നുണ്ടോ, അല്ല എങ്ങനെയാ? 10. നമ്മുടെ ക്യൂബുകൾ മിക്കതും 1 to 10 വരെയാണ്. സോ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നു 1 to 10 വരെ കൗണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിങ്ക് ടവർ ആയാലും ബ്രൗൺ സ്റ്റാർ, നമ്മുടെ മിക്ക മെറ്റീരിയൽസും 10 ക്യൂബ്സ് ആണ്. സോ അത് കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്താ പറയാൻ വന്നത്, ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? ആക്ടിവിറ്റി ഇല്ല. കളർ ബോക്സിംഗ് കളർ ബോക്സ് ചെയ്യാൻ പറഞ്ഞേ. ഇന്നാണോ പ്രസന്റ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ആഴ്ച കുറെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ പറയും. ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? ഓക്കെ, പ്രസന്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്ക്. ഓക്കെ, കുഴപ്പമില്ല. ക്ലാസ് പോർഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, കുട്ടികളിൽ എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് അതേപോലെ തന്നെ അസംബ്ലി സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിങ്ക് ടവർ പോലെയുള്ള മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രൊഫഷൻസി ഓഫ് മോട്ടോർ കൺട്രോൾ കോൺസ്റ്റന്റ് പ്രാക്ടീസ്, നമ്മൾ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ആവും. സോ ഫെസിലിറ്റേറ്റ് ഷുഡ് ബി അറേഞ്ച് ഫോർ പ്രാക്ടീസ് ഫോർ മോട്ടോർ സ്കിൽ. നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ്, നമ്മൾ ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്, ഈ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളിൽ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കുക. ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി വിത്ത് സ്ട്രോങ് മോട്ടിവേഷൻ ലീഡ്സ് ടു സ്പീഡി മോട്ടോർ ഡെവലപ്മെന്റ്. ഒരു കുട്ടി തനിയാണ് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു, പിന്നെ റിപ്പീറ്റ് അവർ തന്നെയാണ് അത് മനസ്സിലാക്കി ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാണ് ഓരോ ആക്ടിവിറ്റീസും, അവർക്ക് മോട്ടോർ ഡെവലപ്മെന്റ് കുറച്ച് സ്പീഡി ആയിരിക്കും നടക്കുന്നത്. സോ ഗീവ് സഫിഷ്യന്റ് ആക്ട് മോട്ടിവേഷൻ ടു ദ ചിൽഡ്രൻ. സോ അവരെ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യുക, അപ്രിഷിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക വേണം. ഗീവ് നോർമൽ സൂപ്പർവിഷൻ, ബാലൻസ് ഗൈഡൻസ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം.
നമ്മൾ നോർമൽ ആയിട്ട് സൂപ്പർവൈസ് ചെയ്താൽ മതി, കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ബാലൻസ് ഗൈഡൻസ് കൊടുത്താൽ മതി. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗൈഡൻസ് പറഞ്ഞു കൊടുത്താൽ മതി. ദെൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നമ്മള് അവരോട് വിഷമിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി, നമ്മൾ ചെയ്തത് തെറ്റാണ്, ഞാൻ കാണിച്ചു തരാന്ന് പറയരുത്. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമാവും. നമ്മളപ്പോ എന്ത് പറയണം, മോൻ ചെയ്ത് നോക്കിയില്ലേ, ഇനി എന്ത് ചെയ്യാം, ഞാനൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ഞാൻ ചെയ്ത് നോക്കിക്കോട്ടെ, ശരിയാവോ നോക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്യൂബ് ആയിരിക്കും ആ ഒരു പ്ലേസിൽ കറക്റ്റ് ആയിട്ട് വെക്കേണ്ടത്, ഡൗട്ട് ഉണ്ട് പക്ഷെ ഉറപ്പില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യുക, ക്രിറ്റിസിസം പെട്ടെന്ന് ക്രിറ്റിസൈസ് ചെയ്യാതെ അത് വേറൊരു രീതിയിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. നേരെ ക്രിറ്റിസിസത്തിലേക്ക് പോകരുത്. അവൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ഫുള്ളും പോകും. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക വേറൊരു രീതിയിൽ. ഞാനിപ്പോ പറഞ്ഞില്ലേ, അപ്പം ക്യൂബ് ഓർഡർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സംശയമുണ്ട്, ഇതല്ല, ഈ ക്യൂബാണ് അവിടെ വെക്കേണ്ടതെന്ന് തോന്നുന്നു, അപ്പൊ കറക്റ്റ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ സൂപ്പർവൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഒന്ന് പോയിന്റ് വായിച്ചു നോക്കി, നമ്മുടെ റോൾ എന്താണ്, ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. മോട്ടോർ ഡെവലപ്മെന്റിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നാണ് പറഞ്ഞത്. റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. റീഡ് ചെയ്തോ? ക്ലിയറായല്ലോ? യെസ് മാം. നമ്മള് പാർട്ട് 2 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് മാം. സൈക്കോളജി എടുക്കാനുണ്ട്. സൈക്കോളജി തുടങ്ങിയില്ല. സൈക്കോളജി തുടങ്ങിയിട്ടില്ല. ഇല്ല, അത് Okay. ജിഷാൻ എടുക്കാന്ന് പറഞ്ഞായിരുന്നു തോന്നുന്നു. ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും ഡിസ്ട്രിക്റ്റിലെടുക്കും. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ ഉള്ളത്? അതാണുള്ളത്. ഓക്കെ, അത് ആദ്യത്തെ. ബാക്കി എല്ലാ പോർഷൻസും ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി മൂവ് ആകുന്ന ചാപ്റ്റർ പാർട്ട് 3 ആണ്, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ ഈ മോണ്ടിസോറി പഠിക്കണം, മെയിൻ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ മൂവ് ആകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ മൂവ് ആകുന്ന ടോപ്പിക്കിന്റെ പേര് അല്ലെങ്കിൽ ആ പാർട്ടിന്റെ പേര് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നാണ്. അതില് ഞാൻ യൂണിറ്റ് 1 ആണ് എടുക്കുന്നത്, മരിയ മോണ്ടിസോറി. സോ ഇത് എന്തൊരു ആക്ടിവിറ്റി, റോഷ്നി ഐശ്വര്യം ഇത് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കളറിംഗ് ബോക്സ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രസന്റ് ചെയ്യോ? ഞങ്ങൾ പ്രസന്റ് ചെയ്തായിരുന്നു എന്നാ പറഞ്ഞത്. അല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു കളറിംഗ് ബോക്സ് ചെയ്തതാണ്. മേഘന ചെയ്യാന്ന്. ഓക്കെ, വേറെ ആക്ടിവിറ്റീസ് ഒന്നും കിടക്കുന്നില്ലല്ലോ, മേഘനയും കൂടെ അല്ലേ ഉള്ളൂ? ഓക്കെ, മേഘന പ്രസന്റ് ചെയ്തോടാം.
ഓക്കെ 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 ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ കളറിംഗ് ബോക്സ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നിങ്ങള് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത മെറ്റീരിയൽ ഏതാണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ ഏതാണത്. പിങ്ക് ടവർ. ഓക്കെ, പിങ്ക് ടവർ ആണ് കേട്ടോ. അപ്പൊ പിങ്ക് ടവർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാന്ന് നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. ഓരോരുത്തരൊന്ന് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കാം എന്താണ് പിങ്ക് ടവർ, എങ്ങനെയാണ് ഫിൽ ചെയ്യുക, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിങ്ക് ടവർ ഉള്ളത് നല്ലതാണ്. കാരണം അവർക്കത് അറേഞ്ച് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. ഇന്ന് കുറച്ച് ടൈം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പിങ്ക് ടവർ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആക്ടിവിറ്റി നെക്സ്റ്റ് വീക്കിലേക്കാണോ, എന്നത്തേക്ക് എത്ര ആഴ്ച വെക്കണം? എത്ര ടൈം വേണം നമുക്ക് പിങ്ക് ടവർ കംപ്ലീറ്റ് ആക്കാൻ? മാം ഒരു 2 ക്ലാസ് തുടങ്ങാൻ പിന്നത്തെ ആഴ്ച മതി. ഇപ്പൊ മഴയൊക്കെ ഏതാണ് ഞങ്ങളുടെയൊക്കെ ഇവിടെ വെള്ളം കയറിയത് മിറ്റത്ത് വരെയായി. നാളെ രാവിലെ ആകുമ്പോ അകത്ത് കയറും. അടുത്ത ആഴ്ചത്തേക്ക് മതി, മഴയൊക്കെ മാറിയിട്ട് മതി. മഴ മാറാനായിട്ട് മഴ വരാൻ പോകുന്നുള്ളൂ. അങ്ങനെയില്ല മാം, ഞങ്ങൾക്ക് ഇന്നിപ്പോ വെള്ളം കയറും അകത്ത്. അതിന്റെ സാധനം എല്ലാം എടുത്ത് ഞങ്ങൾ മേളിൽ വെക്കും. ഇനിയിപ്പോ 2-3 ദിവസം കഴിയാതെ വെള്ളം ഇറങ്ങത്തില്ലല്ലോ. അന്നേരം അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച പ്രസന്റ് ചെയ്യും. ഓക്കെ, എവിടെ നാട് കൊണ്ട്? എന്തോ നാട് എവിടെയാണ്, എവിടെയാ സ്ഥലം? ഇവിടെ കോട്ടയം ഇറഞ്ഞാലാണ്. ഞങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ, അപ്പൊ 13th ജൂൺ 13th ഒക്കെ ആണോ? ഓക്കെ മാം. ജൂൺ 13th കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളുടെ പരിസരത്തൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ക്യൂബുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആണോ, മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ നോക്കാം. പിന്നെ യൂട്യൂബില് പിങ്ക് ടവറിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചാർട്ടിൽ പിങ്ക് ടവർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അത് കട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണത്. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. മാം ഞാൻ എന്റെ ഫ്രെയിം ഒന്ന് കാണിച്ചോട്ടെ. ഓക്കെ അന്ന് ഞാൻ പറഞ്ഞത് കാണിച്ചിരുന്നു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. മാം ഇത് ഏതിലാ ചെയ്തേക്കെന്ന് അറിയോ? സ്റ്റീല. സ്റ്റീൽ എനിക്ക് തോന്നി, ഞാൻ ചോദിക്കണം വിചാരിച്ചുകൊണ്ടല്ല, സ്റ്റീലാണത്. yes, ma'am. ചെയ്തെടുത്തോ എന്നിട്ട്? ഫ്രെയിം ചെയ്തു മാം. 8 ഫ്രെയിം ഉണ്ട്. ഇനി ഒന്നും കൂടെ എനിക്ക് ഉണ്ടാക്കാനുണ്ട്. ഇത്രയും ചെയ്തു. ആരെ ചെയ്തത്? ഇതെന്റെ അസ്സ മാം ചെയ്തു തന്നു. ഓ, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടേ. നമുക്കത് ക്യാരി ചെയ്തോണ്ട് പോകാൻ പറ്റും. ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോഴേ നിങ്ങൾക്കത് കൊണ്ടുപോകാനും കുട്ടികളെ കൊണ്ട് അത് ചെയ്യിച്ച് നോക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ മാം. ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ. ഓക്കെ, അപ്പോ നമ്മള് നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ മൂവ് ആവാണ്. ചാർട്ടിൽ ചെയ്യാൻ പറ്റും. പിങ്ക് കളറിലെ ചാർട്ട് എടുത്തിട്ട് ചാർട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. മാം ഇതിന്റെ ചെയ്യാം. ടവറിന്റെ ബേസ് ഇല്ലേ, ഫസ്റ്റ് ക്യൂബിൽ ജോയിൻ ചെയ്തിട്ടാണോ ഉള്ളത്? അല്ലല്ലോ, അത് സെപ്പറേറ്റ് അല്ലേ? അല്ല, സെപ്പറേറ്റ് ആണ്, എല്ലാം സെപ്പറേറ്റ് ആണ്. ഓക്കെ, കാണിച്ചു തരാം. അത് ഇത് സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ആണ്. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യൂബുകളാണ്. ഓക്കെ മാം. എന്നാലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാം പിങ്ക് കളർ തന്നെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന്റെ പേര് തന്നെ ആ ഒരു കളറിലാണ്. കുട്ടികൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് പിങ്ക് എന്ന് പറയുന്ന കളറ്. സോ അതുകൊണ്ട് പിങ്കിൽ തന്നെ ചെയ്യണം കേട്ടോ. കുട്ടികൾക്ക് പിങ്ക് ടവറിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ആ ഒരു സെഷൻ വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡോക്ടർ മരിയ മോണ്ടിസോറി. നിങ്ങൾ മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ എന്താണ് മോണ്ടിസോറി എന്നുള്ളത്? സെർച്ച് ചെയ്തോ അങ്ങനെ? അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ?
ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ മനസ്സിലായത്? മരിയ മോണ്ടിസോറിയാണ് ഈ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോഴ്സിന് തന്നെ കാരണമായത്. കുട്ടികളുടെ എന്തുവാ നല്ല രീതിയിലുള്ള എന്താ ചിട്ടയായിട്ടുള്ള രൂപീകരണം, സ്വാഭാവിക രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് മരിയ മോണ്ടിസോറി ഇത് ചെയ്തത്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഡോക്ടർ ആയിരുന്നു മരിയ മോണ്ടിസോറി എന്നും അറിയാം. ഓക്കെ, വേറെ ആൾക്കാരെങ്ങനെ സെർച്ച് ചെയ്തേ? ഡിഫക്റ്റ് ഉള്ള കുട്ടികളെ പോലും അവരുടെ ഇതിനനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരെ നമ്മുടെ സാധാ കുട്ടികളിലെ പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഇത് സഹായിച്ചു എന്നാണ് മനസ്സിലാക്കിയത്. ഓക്കെ, വേറെ ഇനി നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത മെത്തേഡ്സ് അല്ലാതെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, കാരണം കുട്ടികളെ അങ്ങനെ ഫോഴ്സ് ചെയ്യാണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് മരിയ മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ മിക്കവരും എന്താണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ട്രെയിനിങ് എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നത് അല്ലെ? ഈ ഒരു മോണ്ടിസോറി പഠിക്കാം എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ശരിയാണ്. എല്ലാവരും പറഞ്ഞ പോലെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ ട്രഡീഷണൽ ടീച്ചിങ്ങിനേക്കാളും ഇത്തിരി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ മോണ്ടിസോറി ആണ്, മരിയ മോണ്ടിസോറി ആണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ. ഓക്കെ, അത് മരിയ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മരിയ മോണ്ടിസോറിയുടെ ജീവിത കാലയളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1970 to 1952 ആണ് ആ ഒരു പീരീഡ്. ശരിക്കും ഈ പീരീഡ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം ഈ പീരീഡിന്റെ ഇടയിലാണ് ആ പീരീഡുകളിൽ സംഭവിച്ച 2 ഇവന്റുകൾ കാരണമാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡിറൈവ് ചെയ്ത് വന്നത് എന്ന് പറയാം. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ 1940 to 1980 വരെ കാലഘട്ടത്തിൽ നീണ്ടു നിന്നിരുന്നതാണ്. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ ആ സമയമായപ്പോഴേക്കും മരിയ മോണ്ടിസോറിക്ക് അത്യാവശ്യം അറിവൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുമ്പോൾ 1939 to 45. സോ ഈ 2 പീരീഡിലും ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര്? മരിയ മോണ്ടിസോറി. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്കറിയാം. വാർ വരുന്ന അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് ആരെ അഫക്ട് ചെയ്യുന്നത്? കുട്ടികളെയാണ്. സ്ത്രീകളെയും കുട്ടികളെയുമാണ് വാറിന്റെ ആഫ്റ്റർ എഫക്ട് അഫക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഗാസയിലൊക്കെ യുദ്ധം അല്ലെങ്കിൽ എവിടെയായാലും ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടികളെ കാണുന്നവർക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം നല്ലൊരു ഭാഗ്യമുള്ള കുട്ടികളാണ്, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതൊക്കെയോ രാജ്യങ്ങളുടെ തലവന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അവിടുത്തെ ആ ഒരു ആൾക്കാരുടെ മാത്രം എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ക്രൂരത കാരണം അതിന്റെ ഇടയിൽ പെട്ടു പോകുന്നത് ആരാണ്? ഈ പാവം ഈ കുഞ്ഞു കുട്ടികളാണ്. അവർക്കൊന്നും അറിഞ്ഞൂടെ, ലോകത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ആ ഒരു ടൈമിലാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അത് ഇപ്പൊ എന്താ പറയാ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇത്രയും കുട്ടികൾ മരണം സംഭവിച്ചു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോരം വിഷമാവുന്നേ. അപ്പൊ ആ ടൈമില് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വിഷമാകുന്നൊക്കെ. അപ്പോ ആ ടൈമിൽ എന്തോരം കുട്ടികള് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതേപോലത്തെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടാവും. എന്തോരം ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് തന്നെ അറിയാം. ഒരുപാട് ആൾക്കാരെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് അവർക്ക് എന്താ പറയാ കൈകള് കാലുകള് അല്ലെങ്കിൽ അവർക്ക് മാരകമായ രോഗങ്ങൾ വന്നിട്ടുണ്ടാവും. അതേപോലെ അവർക്ക് എന്താ പറയാ ജോലി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരുപാട് വ്യക്തികള് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. വേൾഡ് വാറിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. സോ മരിയ മോണ്ടിസോറി ഇതെല്ലാം കൂടുതലായിട്ട് എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. ഈ പ്രശ്നങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ഒരു നിഗമനത്തിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ മുതിർന്ന ആൾക്കാരെ പറഞ്ഞു തിരുത്തുന്നതിനേക്കാൾ നല്ലത് മരിയ മോണ്ടിസോറിക്ക് തോന്നി കുട്ടികളിലാണ് എന്ത് വരുത്തേണ്ടത്, ചേഞ്ചസ് വരുത്തേണ്ടത്. ഈ മാറ്റം കൊണ്ടുവരുന്നത് എപ്പോഴാണ്? കുട്ടികളിലാണ് ചേഞ്ചസ്. ഈ പീസ് കൊണ്ടുവരുന്നത്, പീസ് ആൻഡ് ഹാർമണി ആദ്യം കൊണ്ടുവരണം, കുട്ടികളിൽ കൊണ്ടുവരണം.
കാരണം നമ്മൾ പറയില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെ. ചുടല വരെ. അത് നമ്മള് ചെറുപ്പത്തിലേ കൊടുക്കുന്ന നമ്മൾ റൂട്ടിൽ നിന്നേ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ചേഞ്ചസ് വരുത്തേണ്ടത് എവിടെ നിന്നാണ്? റൂട്ടിൽ നിന്നാണ്. സോ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവനിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മള്. സോ നമ്മളിപ്പോ ഒരു കുട്ടിയുടെ നമ്മൾ പറഞ്ഞു പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 to 6 ഇയേഴ്സിൽ വരുന്ന കുട്ടികളാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളുടെ ഏജ് 3 to 6 ആണ്. സോ നമ്മൾ ഈ കുട്ടികളില് ഒത്തിരി നമ്മൾ പറയുന്ന പോലെ നല്ല പേസ്, നല്ല ഹാർമണി, നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും ഈ ജനറേഷൻ നല്ല രീതിയിൽ കുഞ്ഞു കുട്ടികളുടെ ഈ ജനറേഷൻസ് ഒരിക്കലും ഈ വാറ് പോലത്തെ പ്രശ്നങ്ങളിലേക്ക് പോവില്ല എന്ന് ആര് വിശ്വസിച്ചു? മരിയ മോണ്ടിസോറി ബിലീവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏജ് നോക്കി 1870 to 52 ഒക്കെയാണ്, 1952 ഒക്കെയാണ് ഏജ്. ആ ടൈമില് ഒരു ഫിസിഷ്യൻ ആവാ, ഒരു ലേഡി ഫിസിഷ്യൻ ആവാന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അന്ന് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ആവാന്നുള്ള ഒരു മേഖലയിലേക്ക് സ്ത്രീകൾ അധികം ആരും കടന്നു ചെല്ലാത്ത ഒരു ടൈം ആയിരുന്നു. നമുക്കറിയാലോ, ടൈം പീരീഡ് ആണ്. ആ സമയത്താണ് മരിയ മോണ്ടിസോറി ഫാമിലിയിൽ അത്യാവശ്യം നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? മരിയ മോണ്ടിസോറി എന്ത് ചെയ്യാൻ ഡോക്ടർ ആവാനായിട്ട് പഠിക്കാൻ പോയി. സോ ആ ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ MBBS-ന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്താണ് ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ കോപ്സ് എന്ന് വെച്ചാല് നമ്മൾ എന്താ പറയാ ഡെഡ് ബോഡീസിനെ കുറിച്ചിട്ടൊക്കെ പഠനങ്ങളൊക്കെ നടത്താം. അത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആൾക്ക്. സോ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മരിയ മോണ്ടിസോറി സെലക്ട് ചെയ്തത് എന്താണ് പീഡിയാട്രീഷ്യൻ ആ ഒരു രീതിയിലേക്കാണ് മാറിയത്. ദെൻ ആ ഒരു ടൈമിൽ മരിയ മോണ്ടിസോറി ഹാൻഡിൽ ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ മെന്റലി കുറച്ച് ഇല്ലായിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ ആയിരുന്നു ഹാൻഡിൽ ചെയ്തത്. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനെ അതേപോലത്തെ കുട്ടികളെ ആയിരുന്നു ഹാൻഡിൽ ചെയ്തത്. നമുക്കറിയാം ഈ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് നിങ്ങൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചില്ലേ? പഠിച്ചോ? ഞാനാണ് പഠിപ്പിച്ചേ? ഞാനല്ലേ പഠിപ്പിച്ചേ? ഓക്കെ. മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞു നോക്കും എന്താണ് അവർക്ക് ഏജ് ഉണ്ടാവുകയായിരിക്കും അല്ലെ? അവർ നമ്മൾ കാണുമ്പോൾ ശരീരം കൊണ്ട് വളർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ 3 or 4 വയസ്സുള്ള കുട്ടികളുടെ അത്രയും അവർക്ക് എന്തുണ്ടാവുള്ളൂ? അവരുടെ മനസ്സിന്റെ വളർച്ച, മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. മെന്റൽ ഡെവലപ്മെന്റ് 3 or 4 വയസ്സുള്ള കുട്ടികളുടെ അത്രയും ഉണ്ടാവുള്ളൂ. സോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. കാരണം ഒരു ബട്ടൺ പോലും അവർക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും, സിപ്പ് ഇടാനായിട്ട് അറിഞ്ഞുകൂടാ, ഒരു ആക്ടിവിറ്റിയും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അറിയാത്ത കുട്ടികളാണ് ആര്? ഈ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. സോ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് ഈ കുട്ടികളിൽ ട്രെയിൻ ചെയ്യിച്ചു. ഈ കുട്ടികളിൽ എന്ത് ചെയ്തു? ഈ കുറച്ച് നമ്മൾ മോണ്ടിസോറിയുടെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. അപ്പോ ഒത്തിരി മാറ്റങ്ങൾ ഈ മെന്റൽ റിട്ടൈൻഡ് ചിൽഡ്രൻസിൽ കാണാനായിട്ട് വന്നു. സോ ഒത്തിരി ഇംപ്രൂവ്മെന്റ്സ് അവർക്ക് സംഭവിച്ചു. സോ എന്ത് ചെയ്തു? ഇത്രയും ഒട്ടും എന്താണ് എന്താ പറയാ ഒട്ടും മാനസിക വളർച്ചയില്ലാത്ത കുട്ടികളിൽ ഇത്രയും ഇംപ്രൂവ്മെന്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു മെറ്റീരിയൽസിന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തെടുത്തത്? ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പോ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു? നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. സോ അവരിൽ കണ്ട മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺബിലീവബിൾ ആയിരുന്നു. ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ക്വാളിറ്റീസ്, ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് അതിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു മെറ്റീരിയൽസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കുട്ടികൾക്ക് അക്യൂർ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ അക്യൂർ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിയത് എന്താ? മരിയ മോണ്ടിസോറിയുടെ ഒരു ലൈഫ് സ്റ്റാമാണ് നോക്കിയത്. നമുക്ക് നോക്കാം. ആദ്യം എന്തെങ്കിലും പറയാനില്ലാടാ? ഇല്ല മാം, ക്യൂട്ട് ആയിക്കോട്ടോ. അറിയാതെ പോണതാ, തന്നെ ആയി പോണതാ.
ആണോ? ഓക്കെ ഓക്കെ. ഞാൻ ലാപ്പിലാണ് മാം ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ലാപ്പിൽ ചെറിയ പ്രശ്നം വന്നോണ്ട് ഞാൻ ഫോണിൽ ക്ലാസ് എടുത്തതാ. ഓക്കെ, ശരി കേട്ടോ. Dr. Maria Montessori, the founder of the Montessori method of education, was an Italian physician and educator. Italian physician and educator ആയിരുന്നു ആര്? മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. മരിയ മോണ്ടിസോറി ആണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമാണ് 1870 to 1952. Dr. Montessori involved her educational psychology as the result of her observation as how children naturally learn. അവർ എങ്ങനെയാണ് നാച്ചുറലി ലേൺ ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ഒബ്സർവേഷൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മരിയ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ സ്പിരിറ്റ് ഓഫ് എക്കണോമിക് പ്രോഗ്രസ്, technological advancement in the world, Dr. Montessori saw that human dispute and suffering instead of peace and harmony continuously plague the modern world. അപ്പൊ മോണ്ടിസോറി ആ ഒരു പീരീഡില് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഹ്യൂമൻ ഡിസ്പ്യൂട്ടുകൾ, വഴക്ക് തർക്കങ്ങള്, ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നത്, ഈ പീസ് ആൻഡ് ഹാർമണീസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അവരത് കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ബിലീവ്ഡ് ദാറ്റ് the two world war which she had lived through and the existing social problems like cruelty, oppression, poverty had their roots in the lack of self-fulfillment of the man. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിയ മോണ്ടിസോറി ലീഡ് ചെയ്ത് നമ്മൾ ഏത് പീരീഡാന്ന് പറഞ്ഞു? വേൾഡ് വാറിന്റെ ടൈമിലായിരുന്നു അത് അവരുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. സോ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ക്രുവാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്രൂരതകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെഷൻ ചില നമ്മള് അടിച്ചമർത്തല്, പോവർട്ടി, ഇതെല്ലാം എന്തിന്റെ ഒരു ഫലമാണ്? റൂട്ട് ഓഫ് ലാക്ക് ഓഫ് സെൽഫ് ഫുൾഫിൽമെന്റ് ഓഫ് മാൻ. മനുഷ്യര് പൂർണ്ണമായിട്ട് വളർച്ചയിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ, ഈ ഒരു കോൺഫ്ലിക്റ്റും തർക്കങ്ങളൊക്കെ വന്നതെന്നാണ് ബിലീവ് ചെയ്തിരുന്നത്. ത്രൂ എഡ്യൂക്കേറ്റിംഗ് യങ്, she recommended that a new generation of fulfilled, well-balanced adult would be rise to lead the world towards peace. അപ്പൊ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു നമ്മൾ യങ്ങായിട്ടുള്ളവരെ, അതായത് മുതിർന്ന കുട്ടികളെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ന്യൂ ജനറേഷനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഫുൾഫിൽ ചെയ്ത് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൾട്ട് ആയിട്ട് മാറ്റാനും നമ്മളുടെ വേൾഡിന്റെ പീസ് എന്ത് ചെയ്യുന്ന സംരക്ഷിക്കുന്ന കുട്ടികളായിട്ട് ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ട് ഇറങ്ങി മരിയ മോണ്ടിസോറി ഇറങ്ങി. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഓൾഡ് സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു 2-3 മാസം മുമ്പാണ് ഒരു കുട്ടീനെ, ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടീനെ കുറച്ച് അവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്, ആ ഒരു സെയിം ഏജിലെ കുട്ടികള് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ത് ചെയ്തു കൊന്നു കളഞ്ഞു. സോ അവരുടെയൊക്കെ മൈൻഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രൂവലാണ് അല്ലെ? ഒട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ജനറേഷൻ നമുക്കിപ്പോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു കുട്ടികളെ നമുക്ക് പറഞ്ഞ് മാറ്റി തിരിച്ച് നല്ല വഴിയിലേക്ക്, നല്ലൊരു മാർഗത്തിലേക്ക് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന കുഞ്ഞു മക്കളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല പീസ്, നല്ല ഹാർമണി ഉള്ള നല്ല കുട്ടികളായിട്ട് ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുഞ്ഞുമക്കളെ നമ്മൾ അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓരോ ടീച്ചേഴ്സിനും ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല പീസ്, നല്ല ഹാർമണി ഉള്ള, നല്ല നമ്മുടെ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്ന നമ്മുടെ യങ്ങർ ജനറേഷൻ, നമുക്കറിയാലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യങ്ങായിട്ടുള്ള ആൾക്കാരുള്ളത്. അതില് ഒരു ഭൂരിഭാഗം ആൾക്കാരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. സോ അവർ അവരുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺട്രിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാര് ഡ്രഗ്സ്, ആൽക്കഹോൾ, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് അവരുടെ ലൈഫ് തന്നെ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര മോശം രീതിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഇല്ലേ?
നമുക്ക് കാണുമ്പോൾ ആൽക്കഹോളിന്റെ മറ്റേതായിട്ട് ഇൻവെന്റ് ചെയ്തു, അല്ലെങ്കിൽ നല്ല ആൽക്കഹോൾ യൂസ് ചെയ്തു, ഡ്രഗ്സ് യൂസ് ചെയ്തു, അതേപോലെ അങ്ങനെ യൂസ് ചെയ്ത് ഒരുപാട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുത്തി വെക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നില്ലേ നമ്മുടെ ചുറ്റുപാട് വലിയ ടിവിയിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു എന്നൊരു കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലേ. അപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പരിധി വരെ എന്താണ് യങ്ങർ ജനറേഷന്റെ കാര്യത്തിൽ ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് ആരെയാണ്? നമുക്ക് നമ്മുടെ കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അവരിൽ നല്ല പീസ് ആൻഡ് ഹാർമണി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല കെയറിങ് അല്ലെങ്കിൽ നല്ല ഷെയറിങ് ഹാബിറ്റ്സ്, നല്ല ഹെൽപ്പിംഗ് ഹാബിറ്റ്സ്, ഇപ്പൊ ചെറിയ ചെറിയ ക്വാളിറ്റീസ് ചെറുപ്പത്തിലേക്ക് നമ്മൾ ടീച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർ യുദ്ധത്തിലോ അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കോ അവർ പോകില്ല. മറ്റുള്ളവരോട് ദോഷമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യത്തിലും അവരെന്ത് ചെയ്യില്ല, ഇൻവോൾവ് ചെയ്യില്ല. സോ നെക്സ്റ്റ് പാരഗ്രാഫ് റീഡ് ചെയ്യാണ്. While she was working as a medical practitioner, she had to manage some feeble-minded children. Okay, Maria Montessori ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫിഡബിൾ ആയിട്ടുള്ള മൈൻഡുള്ള കുട്ടികൾ, ചില പെൺകുട്ടിയാണ്, നിനക്കൊണ്ടൊന്നും പറ്റില്ല, നീ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോക്കോ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ MBBS അല്ലെങ്കിൽ ഡോക്ടർ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കണം അല്ലെ. അപ്പൊ അവർക്ക് കിട്ടുന്നത് കോപ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡീസ് ആയിരിക്കും, ചില ന്യൂഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആയിരിക്കും. സോ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളുടെ ഒരു കളിയാക്കലും ഇതൊക്കെ കൂടി കണ്ടായിരുന്നു ആള് എന്ത് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തത്. ഷി ഫൗണ്ട് ദാറ്റ് മെന്റൽ ബ്രേക്ക് ഡൗൺ ഈസ് കോസ്ഡ് ബൈ ഡൾനെസ് ഓഫ് ദ സെൻസ് and hence by training their sense they could be helped to learn better. അപ്പോൾ നമ്മളിതൊക്കെ കളിയാക്കലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, കളിയാക്കി വിഷമമായി, അപ്പൊ ലേൺ ചെയ്യാനായിട്ടുള്ള എന്താണ് അവിടെ ഒരു ബ്രേക്ക് സംഭവിക്കാൻ. പക്ഷെ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, മരിയ മോണ്ടിസോറി പറഞ്ഞു ഇങ്ങനെ നമ്മൾ മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നല്ല രീതിയിൽ എന്റെ സെൻസർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ബെറ്റർ ആയിട്ട് പഠിക്കാനും അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും എന്ന് വിശ്വസിച്ചു. ഇപ്പൊ നിങ്ങളിൽ എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും എന്താ പറയാ, കുറെ നാൾ കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും എന്തിലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ പഠിക്കാം, വീണ്ടും പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസ് സെലക്ട് ചെയ്ത് വന്നവരായിരുന്നു. ഓക്കെ, അപ്പോ അതൊരു ബ്രേക്ക്. ചിലവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടൊന്നും പറ്റില്ല, കുട്ടിയൊക്കെ ആയില്ലേ, വീട്ടിൽ കുട്ടീനെയൊക്കെ നോക്കിയാൽ ഇരുന്നാൽ പോരെ, ഹസ്ബൻഡ് ജോലിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ വിഷമിക്കാൻ. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളവിടെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ നിൽക്കുകയല്ല വേണ്ടത്. നമ്മളവിടെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ബെറ്റർ ആവാനായിട്ട് നോക്കുക. എന്നും നമ്മളെ കൂടുതൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്താണ് മുന്നോട്ട് ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, later she designed the method for sensory training for normal children's too. അപ്പോ ആദ്യം പിന്നീട് സെൻസറി ട്രെയിനിങ് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക്, ആദ്യം നമ്മൾ പറഞ്ഞില്ലേ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മരിയ മോണ്ടിസോറി ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ പിന്നീട് ആള് നോർമൽ ആയിട്ടുള്ള ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് സെൻസറി ട്രെയിനിങ് മെത്തേഡ്സ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. Thus she got into the field of education and became a renowned educationist by organizing the special method known after her name as Montessori method. So അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഒരു എന്താ പറയാ എഡ്യൂക്കേഷണലിസ്റ്റ് ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്തത്. മരിയ മോണ്ടിസോറിയുടെ കാലശേഷം ആ ഒരു മെത്തേഡ് നമ്മൾ പറയുന്ന പേരാണ് മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയും. അപ്പൊ അതാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. While society had often inclined to focus on adult, നമുക്കറിയാം സൊസൈറ്റി എന്താണ് അഡൾട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മുതിർന്നു വരുന്ന കുട്ടികളുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇതേപോലെ ആയിരിക്കണം പെരുമാറാൻ, ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, മുതിർന്ന ആൺകുട്ടിക്ക് അറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ മുതിർന്ന കുട്ടികളെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷേ Montessori believed that the adult comes into begin from the child through the years of hard work.
ഈ അഡൾട്ട് ആയിട്ട് മാറുന്നത് ഒരു കുട്ടിയിൽ നിന്നാണ്. ഈ കുട്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പേഷ്യൻസ്, കെയർ, സ്റ്റഡി, പ്രാക്ടീസ് സെന്റേർഡ് ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് ദ ചിൽഡ്രൻസ് റൈറ്റ് വെൽഫെയർ വുഡ് ബി ദ കീ പ്രോഗ്രസ് ഇൻ ദ സൊസൈറ്റി. എന്താണ് ഷീ ബിലീവ് ചെയ്തത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവരിലല്ല നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, കുട്ടികളിലാണ്. അഡൾട്ട്സിനേക്കാൾ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികളാണ്. ഒരു അഡൾട്ട് ആയിട്ട് മാറണമെങ്കിൽ അവന് നല്ലൊരു കുട്ടിക്കാലം വേണം, നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കണം, നല്ല കെയറും നല്ല സ്റ്റഡി, നല്ല പ്രാക്ടീസ്, നല്ല എക്സ്പ്ലോർ ചെയ്യാനുള്ള എൻവയോൺമെന്റ് എല്ലാം ഉള്ളൊരു രീതിയിലാണ് ആ കുട്ടി വളർന്നു വരുന്നതെങ്കിൽ, നല്ല വെൽഫെയർ, നല്ല റൈറ്റ്സ്, കുട്ടികളുടെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി നല്ലൊരു ബെറ്റർ ഹ്യൂമൻ ആയിട്ട് മാറും. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്നത്, കുട്ടിക്കാലത്ത് എന്തെങ്കിലും അബ്യൂസുകൾ നേരിട്ട കുട്ടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവന് പ്രോപ്പർ ആയിട്ട് പഠിക്കാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ പറ്റാത്ത, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണെങ്കിൽ ബാഡ് ആയിട്ടുള്ളൊരു അഡൾട്ട് ആയിട്ടായിരിക്കും മാറുന്നത്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, നമ്മളൊരു ബെറ്റർ ഇത് കൊടുക്കേണ്ടത്, മാറ്റം അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്, കുട്ടിയിൽ, ചെറിയൊരു കുട്ടിയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ നിന്നായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമ്മൾ അഡൽട്ടിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്താവണമെന്നില്ല. നമ്മൾ മാറ്റം വരുത്തേണ്ടത് കുട്ടികളിൽ നിന്നാണ്. Okay. However, Montessori observed that education singly was not good enough unless the parents and teachers have the right assumption about children. So Montessori observe ചെയ്യുന്നത് പാരന്റ്സിനും ടീച്ചേഴ്സിനൊക്കെ എന്താ അസംഷൻ ഉണ്ടാവും കുട്ടികളെ കുറിച്ച്, കുട്ടികൾ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ അസംഷൻ ഒന്നും വേണ്ട. എല്ലാ കുട്ടികളും എല്ലാവർക്കും ഓരോ പോലത്തെ ഓരോ റൈറ്റ്സ് ഉള്ള ഒരു എന്താ പറയുക ഓരോ പോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും. ശരിയാണ് നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്. The adult must realize that he must take second place, mention all the aims of the mothers and teachers. നമ്മളിവിടെ ടീച്ചേഴ്സിന് മാറ്റിയിട്ട് ഫെസിലിറ്റേറ്റർ എന്നാക്കാം. ഓക്കെ, ഈ ടീച്ചേഴ്സ് എന്നുള്ള വേർഡ് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കാം, ഫെസിലിറ്റേറ്റർ എന്നാക്കാം കേട്ടോ. നമ്മൾ ടീച്ച് ചെയ്യുന്നില്ല, നമ്മൾ ഫെസിലിറ്റേറ്റ് ആണ് ചെയ്യുന്നത് കുട്ടിയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഓരോ ഡെവലപ്മെന്റ്, ഇമോഷണൽ, സോഷ്യൽ, അതേപോലെ തന്നെ ഫിസിക്കൽ, മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ എന്നുള്ള വേർഡ് മാറ്റി ഫെസിലിറ്റേറ്റർ എന്നാക്കാം. ഇഫ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി ഈസ് ടു ബി ഹെൽപ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ദ ചൈൽഡ് ഈസ് സ്പീക്കർ. നമ്മളെ പേഴ്സണാലിറ്റി ചില പാരന്റ്സ് ചെയ്യും, എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അലോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് വേണ്ടി നമ്മൾ പാരന്റ്സ് ചെയ്ത് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആടാ മാം പറഞ്ഞു ടീച്ചർ മാറ്റി എന്താ പേരുണ്ട്, ഫെസിലിറ്റേറ്റർ. സ്പെല്ലിംഗ് പറയാം മാം? ഓക്കേടാ, ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടാ. ഓക്കെ മാം. Okay, FACLI. Okay, FACLITAPOR, ഫെസിലിറ്റേറ്റർ കേട്ടോ. കണ്ടോ നിങ്ങൾ സെൻഡ് ചെയ്ത് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ തേർഡ് പാരഗ്രാഫ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ ക്ലാസ്. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഞാൻ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ പിങ്ക് ടവർ റെഡി ആക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം കേട്ടോ. പിങ്ക് ടവറിന്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ആക്കാൻ നോക്കുക. ഇനി 2 weeks ഉണ്ടല്ലോ, അപ്പൊ ചെയ്താൽ മതിയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. വേഗം ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ മാം, ഞാൻ പറയാം. Good morning, my dear friends, and ma'am.
Thank you, Aparna ma'am, for your dedications and effort in creating a supportive and inclusive learning environment. Your passion for teaching is evident, and we appreciate your hard work. And thank you, my dear friends, for your attention, curiosity, and willingness to learn. And peers made the class a pleasure to be part of. And before winding this, I have a small joke that to ask you. Why did the computer go to doctor? Why did the computer go to doctor? ചിലപ്പോ വൈറസ് വല്ലതും കയറിയിട്ട്. വൈറസ് വരുമ്പോ Ah, yes, ma'am. Correct. Okay. Okay. Thank you all. Have a nice day. Okay. Thank you, ma'am. Thank you, ma'am. Thank you. താങ്ക് യു മാം.